Excellence Record 2020-2021 of Class 7th and Subject English ആണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി പറയാം. The boy writes a letter. The boy in the story, how far as the river, enjoyed the beauty and the coldness of the river. He wants to go there once again along with his close friend Naveen. Help the boy write a letter to Naveen in visiting him for the trip. അപ്പോൾ ഇത് ലെറ്റർ ആണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്താൽ പിന്നെ ഇവിടെ ഡേറ്റ് ചെയ്താൽ. അപ്പോൾ ഡിയർ നവീൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഴുതേണ്ട ലെറ്റർ എന്താണെന്ന് വായിച്ചുതരാം. I hope you are fine. It's been long since I have written a letter to you. And now it's been long we have met, so I hope we meet each other soon. Today I am writing this letter to invite you to visit a place. It's a river where I have already gone. The experience in that journey of mine was totally different. Even though it had difficulties, I enjoyed the journey. Where we reaches the river, our mind will be filled with joy and happiness. I hope that you will join me in that trip. We will be able to create a good memory in that journey. We will meet you soon. Yours lovingly. നിങ്ങളുടെ പേര് എഴുതുക, പിന്നെ നിങ്ങളുടെ സൈൻ ഇടുക. അപ്പോൾ ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി കാർഡ് 2. അപ്പോൾ ആക്ടിവിറ്റി കാർഡ് ഫൈൻഡ് ദ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഹിയർ ആർ സം സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദം. അപ്പോൾ ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ക്രോസും ഡൗൺ വേർഡ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യണം വേണ്ടത്. അപ്പം ആ സ്റ്റോറി നോക്കിയിട്ട് അപ്പോൾ ദ പാത്ത് ടു ദ റിവർ വാസ് ആണ് ഫസ്റ്റ് വൺ. അതുകൊണ്ട് എന്താ വരിക എന്ന് വെച്ചാൽ സ്റ്റീപ്പാണ് വരിക, STEEP. അപ്പോൾ സെക്കൻഡ് വൺ, തേർഡാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ദ ഗേൾ ഇൻ ദ വാലി ഹെൽഡ് എ ഡാഷ് നൈഫ്. അപ്പോൾ അത് സ്റ്റോറിയിൽ നിന്ന് വരികയെന്ന് വെച്ചാൽ ദ ഗേൾ ഇൻ ദ വാലി ഹെൽഡ് എ കർവ്ഡ് നൈഫ്, CURVED. തേർഡ്. നെക്സ്റ്റ് നമ്പർ 5, ദ ബോയ്സ് ഹെയർ വാസ്. അപ്പോൾ 5ൽ എന്താ പറയുക, അൺടൈഡി, UNTIDY അതാ വരിക. നെക്സ്റ്റ് വൺ, ഹി ലൈക്ക് ദ ഫീൽ ഓഫ് ഡാഷ് ഗ്രാസ്. 6 ആണ് നമ്പർ, കൂൾ ഗ്രാസ്. അപ്പോൾ ഹി ലൈക്ക് ദ ഫീൽ ഓഫ് കൂൾ ഗ്രാസ്, COOL ആണ്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, OOL ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഡൗൺവേർഡ് പറയുകയാണെങ്കിൽ ദ വുഡ് കട്ടർ വാസ് എ ഡാഷ് മാൻ. വുഡ് കട്ടർ സെക്കൻഡ് ആണ്, ഒരു പവർഫുൾ മാൻ ആണ്, POWERFUL. അപ്പോൾ ദ മൗണ്ടെയിൻ ഇൻ ദ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് വാസ് ബിഗ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അത് P എന്ന് കൊടുത്തിട്ടില്ല, അത് B ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. Activity 3, you have read the story A Snake in the Grass by R.K. Narayan. In the neighbors searched the whole day for the snake. Finally, Dasa decided to call the forest officials for help prepare a likely conversation. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറും അതേപോലെ തന്നെ ദാസയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ എഴുതേണ്ടതാണ് കോൺവെർസേഷൻ, പോലീസുകാരനും ദാസയും തമ്മിൽ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസർ, ഹലോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ. അപ്പോൾ ദാസ പറയുന്നത്, സർ ഐ എം ദാസ, ഐ എം കോളിംഗ് ടു സേ ആൻ ഇഷ്യൂ. ഇഷ്യൂ അല്ല, ഇഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഫോറസ്റ്റ് ഓഫീസറും ചോദിക്കുകയാണ്, അങ്ങനെ നമുക്ക് എന്ത് ചോദിക്കാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ദാസ എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് ദാസയുടെ റിപ്ലൈ എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ, ദെയർ ഇസ് എ കോബ്ര ഇൻ അവർ കോമ്പൗണ്ട്. അപ്പം നെക്സ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്തായിരിക്കും ചോദിക്കാം, വെയർ ഇസ് യുവർ പ്ലേസ്, യു ഷുഡ് കീപ് വാച്ചിങ് ദ സ്നേക്ക് അണ്ടിൽ വി റീച്ച്. അപ്പം അങ്ങനെ പറയും ഫോറസ്റ്റ് ഓഫീസർ. പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കും, അതിന് കീപ്പ് വാച്ചിങ് ചെയ്യണം പറയും ആ സ്നേക്കിന്. നെക്സ്റ്റ് വൺ ദാസ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് രാംനഗർ സർ, വി വിൽ വാച്ച് ഇറ്റ്. അപ്പോൾ ഇനി പറയാനുള്ളത് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി 4 ആണ്. അപ്പോൾ ആക്ടിവിറ്റി 4ൽ റീഡ് ദ പോയം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് given below. Sam silly shoes, Sam always wore his shoes in toes, never one to took out of the place. Sam would always make sure to his lace. Sam would always say, what a lovely day, a lovely day. Sam silly shoes, Sam always wore his shoes in toes, never one to wear them in dark. Sam would worry to leave a dirty mark. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, റീഡ് ദീസ് ലൈൻസ്. Sam silly shoes, Sam always wore his shoes in toes. The sounds in the underlined words are repeated. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത 2 വേർഡുണ്ട്, സാം സില്ലി, സൗണ്ട് സെയിം അല്ലേ, സാം സില്ലി. അപ്പോൾ ദ റിപ്പീറ്റേഷൻ ഓഫ് സിമിലർ സൗണ്ട് കോൾഡ് അലിട്രേഷൻ. അപ്പോൾ അങ്ങനെ റിപ്പീറ്റേഷൻ ഓഫ് 2 സൗണ്ട്സിന് ഒരേപോലത്തെ സൗണ്ടിന് നമ്മൾ അലിട്രേഷൻ എന്ന് വിളിക്കും. അപ്പോൾ പിക്ക് ഔട്ട് എക്സാമ്പിൾസ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യണം പോയത്തിൽ നിന്ന്. അപ്പം ഒരു വേർഡ് നമുക്ക് പറയാം, സാം സില്ലി. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട് നോക്കുക. സാം സില്ലി. പിന്നെ നെക്സ്റ്റ് വൺ സാം ഷൂസ് വരും. പിന്നെ അതിന് ശേഷമുള്ളത് ടു ടുക്ക് വരും. പിന്നെ അതിന് ശേഷം അതേപോലെ തന്നെ സാം സേ വരും, സാം സേ. അതേപോലെ തന്നെ സാം ഷുവർ വരും,
വുഡ് വറി വരും. അപ്പോൾ ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം നമ്മൾ കൊടുക്കണം. അപ്പം സാമിൻ്റെ കെയറും ടുവേർഡ്സ് ഷൂ ഒക്കെ ഇതിൽ നമുക്ക് സാം ഹൂ ലവ്സ് ഹിസ് ഷൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 4 നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 5 ആണ്. ഒബ്സർവ് ദ പോസ്റ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റേതായ ഒരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതിന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാപ്ഷൻ കണ്ടുപിടിക്കണം. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ തന്നെ ഒരു ഫിഷ്, അതിൻ്റെ ഹാഫ് പോർഷൻ അതിൻ്റെ സ്കെൽറ്റൻ കാണുന്ന സേവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു പിക്ചറാണ്. അപ്പം നമുക്ക് അതിനൊരു ക്യാപ്ഷനായിട്ട് സേവ് മെറൈൻ ലൈഫ്സ്, ഡു നോട്ട് പൊല്യൂട്ട് വാട്ടർ എന്നുള്ള രീതി കൊടുക്കാം. വേറെ എന്ത് ഇഷ്ടമുള്ളതും കൊടുക്കാം, സേവ് വാട്ടർ ആൻഡ് മെറൈൻ ലൈഫ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 6 ആണ്. വാട്ട് ഈസ് ദ തിങ്കിങ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ വാസ് വാക്കിംഗ് ബാക്ക് ഹോം. ഹി വാസ് റിയലി carried away by the thrilling experience of the river and the valley. He had never experienced such a feeling before. What will the thoughts of the boy be? Write the thoughts of the boy. Appo the day was beautiful and appo idu njan mella vayicharam. Appo the day was beautiful and it was a different experience nato. Even though I had to come across lots of tough routes, it was something interesting. Even though it was far away from my home, I loved the journey to the river. And I was tired of walking, but my mind was filled with happiness when I reached the river. And when I went to the cold water, my mind was filled with happiness. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 7 ആണ്. ഇൻ ദ സ്റ്റോറി സ്നേക്ക് ഇൻ ദ ഗ്രാസ് ബൈ ആർ കെ നാരായണൻ. ദ നെയ്ബേഴ്സ് ഹാഡ് കം ഇൻ സെർച്ച് ഓഫ് ദ സ്നേക്ക് ബട്ട് ദേ കുഡൻറ്റ് ഫൈൻഡ് ദ സ്നേക്ക് അണ്ടിൽ ഈവനിങ്. ഇമാജിൻ യു ആർ ഓഫ് ദ നെയ്ബേഴ്സ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് ഫോർ ദ പിക്ചർ. അപ്പം ഈ ഒരു പിക്ചർ അടിസ്ഥാനത്തിൽ ഏകദേശം ആ ഒരു സ്റ്റോറിൻ്റെ സമ്മറി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ മെല്ലെ പറഞ്ഞുതരാം. എ ബിഗ് കോബ്ര കെയിം ഇൻ ടു ദ കോമ്പൗണ്ട് ഇൻ ദ ഹൗസ്. There was only mother, her son and her old servant Dasa. All the neighbors reached there and started searching for the snake. Suddenly, the old beggar entered into the compound and promised to send a snake charmer into the house. But the snake charmer came to the house and couldn't find any snake. After some time, Dasa came before everybody with a pot in his hand, and he said that he had got the snake. Everybody appreciated Dasa for that, and Dasa went out of the compound with the pot. But after some time, the younger son saw the snake coming out of the hole, and he screamed out. Somebody said that there was 2 snakes in the garden, and the young man finally regretted for not checking out the pot in the Dasa's pot. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 8 ആണ്. ഫൈൻഡ് ദ ഡയലോഗ്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ ദ മദർ ഡക്ക് ആൻഡ് ദ ഡക്ലിൻസ്. ഫസ്റ്റ് വൺ, ഡോണ്ട് ഗോ ആഫ്റ്റർ മദർ, യു കാൻ സ്വിം, കം ബാക്ക്. ഐ വിൽ കം ബാക്ക് വിത്ത് ദ ഫുഡ്, സ്റ്റേ ഹോം. ഡോണ്ട് കം നിയർ ദ റിവർ. നെക്സ്റ്റ് വൺ, ഹെൽപ്പ് മീ, ഐ കാൻ സ്വിം. അടുത്ത 5th വൺ, ബി സേഫ്, റിമെമ്പർ വാട്ട് ഹാപ്പൻ ടു യുവർ സിസ്റ്റർ. 6th വൺ, ഓ ഗോഡ് ഷീ ഈസ് ഡ്രൗണിങ്. 7, കം ബാക്ക് ടു ദ ഷോർ. 8th വൺ, ലെറ്റ് മീ ട്രൈ. ഫിൽ ഇൻ ദ ബബിൾസ് യൂസിങ് ദ നമ്പർ ഓഫ് ദ സ്യൂട്ടബിൾ ഡയലോഗ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറേ പിക്ചേഴ്സാണ്, ഡക്ലിങ്സിൻ്റെയും അതേപോലെ തന്നെ മദർ ഡക്കിൻ്റെയാണ്. അപ്പം ഈ ഓരോ പിക്ചേഴ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഇവിടുന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ വരികയെന്ന് വെച്ചാൽ മദർ ഡക്ക് പറയുന്നതാണ് ചിൽഡ്രൻസിന്. അപ്പോൾ എന്തായിരിക്കും, ഡോണ്ട് കം നിയർ ദ റിവർ. 3 ആയിരിക്കും ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, മദർ പോവുകയാണ്, അപ്പം ചിൽഡ്രൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തായിരിക്കും, ഐ വിൽ കം ബാക്ക് വിത്ത് ദ ഫുഡ്, സ്റ്റേ സേഫ് ആയിരിക്കും നമ്പർ 2 ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഒരു മദർ പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഡക്കും പോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെ. അപ്പം അതിൻ്റെ നമ്പർ ലെറ്റ് മീ ട്രൈ ടു സ്വിം എന്നായിരിക്കും, 8 ആയിരിക്കും വരിക. അപ്പം നെക്സ്റ്റ് പിക്ചർ എന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞ് ഡക്ക് ഡ്രോൺ ചെയ്യുന്നതും അമ്മ പോകുന്നതും, ബാക്കിയുള്ളവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നാമത്തേൽ എന്താ വരികയെന്ന് വെച്ചാൽ ഹെൽപ്പ് മീ, ഐ കാൻ സ്വിം എന്ന് പറഞ്ഞിട്ട് കയറുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നതെന്ന് വെച്ചാൽ ഓ ഗോഡ് ഷീ ഈസ് ഡ്രോണിങ് ആയിരിക്കും, അവരുടെ സിസ്റ്റേഴ്സ് പറയുന്നത്. അപ്പം നെക്സ്റ്റ് പിക്ചർ ഷോ ചെയ്യുന്നത് വെച്ചാൽ മദറും 2 ഡക്ലിങ്സിൻ്റെയാണ്. അപ്പം എന്തായിരിക്കും, ബി സേഫ്, റിമെമ്പർ വാട്ട് ഹാപ്പൻ ടു യുവർ സിസ്റ്റേഴ്സ്.
സിസ്റ്റർ. അതായിരിക്കും ബാക്കിയുള്ള 2 ഡക്ലിങ്സിനോട് പറയുന്നുണ്ടാവും. അപ്പം ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ അത് എന്തോ കറക്ഷൻ ഉണ്ട്, എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പം അതിൽ റിമൈനിങ് ആയിട്ട് വരുന്നത് 1ഉം 7ഉം ആണ്. അപ്പം 1ഉം 7ഉം ആയിട്ട് എഴുതിക്കും. ആ പിക്ചറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 9 ആണ് മേക്ക് എ പ്രൊഫൈൽ. ലുക്ക് അറ്റ് ദ ഹിൻസ് ഗിവൺ ബിലോ. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓൺ ദ ഫേമസ് മ്യൂസീഷ്യൻ ശ്രീ SP ബാലസുബ്രഹ്മണ്യം. അപ്പം SP ബാലസുബ്രഹ്മണ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. SP Balasubramanian was born on 4 June 1946, Nellore. He was the musician, playback singer, anchor, music director, actor, dubbing artist and film producer in languages like Telugu, Tamil, Kannada, Hindi and Malayalam films. But he was a BTech graduate. He was married to Savitri and he had 2 children, Charan and Pallavi. He had got several awards like the National Film Award, GIMA Award for the Best Devotional Album and Padma Shri, and he had passed away on 25 September 2020 at Chennai. അപ്പോൾ ഇതിന് ആക്ടിവിറ്റി കാർഡ് 10 കുറിച്ച് പറയണം. ക്യാരക്ടർ സെറ്റ്. ഹിയർ ആർ സം സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി, ദ സോങ്സ് ഓഫ് ദ സോങ്സ്. റീഡ് ദ സെൻറ്റൻസ് കെയർഫുള്ളി. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സെയിൻറ്റ് രാധാസ് ക്യാരക്ടർ? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് സെയിൻറ്റ് ഹരിദാസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഹിൻസ് ആണ്. അപ്പം ഞാൻ ഹിൻസ് വെച്ചിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ മെല്ലെ വായിച്ചുതരാം. സാൻറ്റ് ഹരിദാസ് lived the austere life of a hermit. He was not afraid of anyone. King Akbar wanted to meet Sant Haridasa and he went to meet him. And the King Akbar said to sing a song. Sant Haridas replied that it was not an age for singing. But the song. അപ്പോൾ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ബട്ട് ഹി സാങ് ഔട്ട് ദ നോട്ട് ടു കറക്റ്റ് ദ മിസ്റ്റേക്ക് ഓഫ് ഹിസ് ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്. ദിസ് ഷോസ് ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ലവ്. ആൻഡ് ദ സാൻറ്റ് ഹരിദാസ് സാങ് റിയലി വെൽ ആൻഡ് ഹി സാങ് ഫോർ ദ സുപ്രീം ലോർഡ് ആൻഡ് ദ ഹോൾ നേച്ചർ വാസ് ദെയർ ടു ഹിയർ ദ സോങ്. അപ്പം ഞാൻ ഇതുവരെ ആക്ടിവിറ്റി 10 വരെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ആക്ടിവിറ്റി 11 തൊട്ടിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ബാക്കി എല്ലാ സബ്ജക്ട്സും ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കറക്റ്റ് ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.